നീ എന്തോ കൊടുത്താലും കൊടുക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിനാന്ന് അറിഞ്ഞോണം. അശുദ്ധമായ കൈകൊണ്ടൊന്നും കൊടുക്കരുത്, അവൻ വാങ്ങില്ല. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഹൃദയം വിശുദ്ധമാകണം. ഉടയവൻ അതിനകത്തുനിന്ന് പറക്കാൻ. ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നിന്റെ മനസ്സിന് മാറ്റം വരുന്നത്. അതിനടുത്ത പ്രോസസ്സിലേക്ക് ഞാൻ പോവുകയാണ്. വായിക്കാം. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. യെസ്, അതിനടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. യെസ്, ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഈ വാക്കിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയാം? ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ നല്ലപോലെ ഒരു 20 പ്രാവശ്യം പറഞ്ഞു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. സ്തോത്രം പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരി എൻ്റെ അകത്തുണ്ടായിരുന്നു. അഹങ്കാരിയുടെ പേരാണ് ഞാൻ. എൻ്റെ അകത്തെ ഞാനെന്ന് പറയുന്ന അഹങ്കാരിയെ കൊന്നു. എന്റെ ഹൃദയത്തിനകത്ത് യേശു ഇരിക്കേണ്ട കസേരയിൽ ഒരു അഹങ്കാരി ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ പേരാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ അകത്തെ ആ ഞാനെന്ന് പറയുന്ന എന്നിലെ സ്വയം അല്ലെങ്കിൽ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സ്വാർത്ഥതയെ ഞാൻ ക്രൂശിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവമക്കളെ, ക്രൂശ് പ്രസംഗിക്കാൻ നല്ലതാ. ഒരു കുറിപ്പൊക്കെ എഴുതി വെച്ച് നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ പൗലോസ് പറയാ, ക്രൂശിക്കപ്പെട്ടവനെ ക്രൂശ് പ്രസംഗിക്കാവൂ. ആമേൻ. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്നിലൊരു ക്രൂശിക്കപ്പെടുന്നതിന്റെ അനുഭവമുണ്ടോ? യേശു ക്രൂശിക്കപ്പെട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അകത്ത് ചുമന്നുകൊണ്ട് നടന്ന് ഒരുപാട് നാൾ ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ചത് എൻ്റെ അകത്തെ ആ ഞാനാണ്. ദൂഷകനായിരുന്ന എന്നെ ദുഷ്ടനാക്കി മാറ്റിയ, എന്നെ സ്വാർത്ഥനാക്കി മാറ്റിയ ഞാനെന്ന് പറയാൻ ആർക്കാ അധികാരം? അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇനി നിങ്ങൾ എന്നെ പൗലോസ് പറയാൻ അകം നിങ്ങൾ കീറി നോക്ക്. അതിനകത്ത് ഇനി ഞാനില്ല, പകരം ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് മുൻപോട്ട് പോകാം. ആമേൻ. അങ്ങനെ എൻ്റെ അകത്തെ ഞാനെന്ന് പറയുന്ന ആമേൻ ആ സ്വാർത്ഥതയെ ഞാൻ ക്രൂശിച്ചപ്പോൾ എനിക്കുണ്ടായി അതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട്. വായിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യെസ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇനി എനിക്കൊരു ശാപവുമില്ല. യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത് എൻ്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, അതെന്റെ ശാപം കൂടി മാറ്റാനാണ് ഉറച്ച് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാണ്. എൻ്റെ ശാപങ്ങൾ മാറി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് അന്ധവിശ്വാസമൊന്നും 1-2 പേരെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് അന്ധവിശ്വാസമൊന്നും ഉറപ്പല്ലേ? ദേവദാസ് ഇല്ലല്ലോ. പച്ചവിട്ടിൽ വന്നാൽ കൊല്ലുമോ വീട്ടിൽ? പച്ചവിട്ടൽ എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് വന്നാൽ ചുറ്റിക എടുത്ത് അടിച്ചു കൊല്ലുമോ? കയറി വാ എന്ന് പറയും. ബൈബിളൊക്കെ വിശ്വസിക്കും. എന്നാലും പറയും പ്രാർത്ഥിക്കാൻ, കല്യാണത്തിന് പോകാൻ 10 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറയും. എത്രയ്ക്ക് ഇറങ്ങിയാൽ മതി? 10:30. നമ്മൾ വിചാരിക്കും സൂര്യൻ എന്ന് വെച്ചിട്ടാണ്. അതൊന്നുമല്ല, അതവർക്കറിയാം 10:30 എന്തോ. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി? ഇപ്പോഴും ആമേൻ ചിലതൊക്കെ ശാപമാണെന്നും, ആമേൻ രാത്രി തുണി അലക്കരുതെന്നും, രാത്രി തേങ്ങ ചുരണ്ടരുതെന്നും, മുറം ചാരി വെക്കരുതെന്നും.
ലേലിയ കട്ടിലേലിരുന്ന് കാലാട്ടരുതെന്നും, സത്യത്തിൽ കട്ടിലേലിരുന്ന് കാലാട്ടരുതെന്ന് പണ്ട് അപ്പന്മാർ പറഞ്ഞത് കോളാമ്പി തട്ടി മറിയാതിരിക്കാൻ. കാരണം അന്നൊന്നും വാഷ് ബേസിൻ ഇല്ലല്ലോ, തുപ്പുന്ന കോളാമ്പി ഇല്ലല്ലേ, അത് കട്ടിലിനടിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ കാലാട്ടിയാൽ എന്തോ പറ്റും, അതുകൊണ്ടാ കാലാട്ടരുതെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു, ശരിയല്ലേ? കാരണം അന്ന് ലൈറ്റ് ഇല്ല, അന്ന് എന്തില്ല, ലൈറ്റ് ഇല്ല. ഇപ്പം 1000 വാട്ടിന്റെ കാലത്തിനിട്ടേച്ച് പിന്നെ വിളക്കൂടെ കത്തിക്കും. പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ വിളക്ക്, മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ വീട്ടിലെ പൂച്ച ഈ വിളക്കെല്ലാം കൂടെ തട്ടിയിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലെ അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ നേരം പൂച്ചയെ ഒരു കൊട്ടയ്ക്കകത്ത് അങ്ങ് അടച്ചു. കാരണം ഈ വിളക്ക് തട്ടി മറിച്ചിടാതിരിക്കാനാണ്. അപ്പച്ചൻ മരിച്ചു, അമ്മച്ചി മരിച്ചു, ആ പൂച്ചയും ചത്തു. ഇപ്പൊ വീടെല്ലാം ഇലക്ട്രിസിറ്റി ആയി, ആവശ്യം പോലെ ബൾബായി. ഇപ്പൊ വിളക്കില്ല, മണ്ണെണ്ണയിൽ ഒന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ പൂച്ച വേണം. കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലെ മക്കൾ പറയും, മക്കളെ പൂച്ച പിടിച്ചോണ്ട് പാടാ. കാരണം അപ്പച്ചൻ പൂച്ച അടച്ചിട്ടിട്ടാ പ്രാർത്ഥിച്ച്. അതൊരു പാരമ്പര്യമായി മാറി, അതൊരു ആചാരമായി മാറി. അവൻ അതൊരു ചടങ്ങായി മാറി. തമ്പുരാൻ ഇന്ന് രാത്രി പറയാ, യേശു കാൽവരിൽ ഒരിക്കലായി യാഗമായപ്പോൾ സകല ശാപങ്ങളും മാറിപ്പോയതാ. ഇനി പാരമ്പര്യങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുടച്ചു മാറ്റിക്കളയാൽ എന്റെ കർത്താവ് വിളിച്ചു പറയാ, നിന്റെ മനസ്സൊന്ന് ശുദ്ധീകരിക്കപ്പെടാൻ യേശു നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ സകല പാരമ്പര്യങ്ങളും ഉടേണ്ടേ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഇനി ശാപങ്ങളില്ല. ഇനി ആര് ശപിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. അവ കാരണം കൂടാതെ ശാപം വലിക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ യേശുവിന്റെ കൂടെ ഉള്ളത് കൊണ്ട്, യേശുവിന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഒരു ശാപവും എനിക്ക് ഫലിക്കില്ലെന്ന് ഉറപ്പുള്ളവർ, ഒരു മന്ത്രവാദവും ഒരു ലക്ഷണവിദ്യയോ എനിക്ക് ഫലിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. നിനക്ക് നന്മ വരാതിരിക്കാൻ, നിന്റെ മക്കൾ തോറ്റുപോകാൻ വേണ്ടി, നിനക്ക് ഐശ്വര്യം വരാതിരിക്കാൻ ഇന്നാരും മന്ത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ നീ പേടിക്കണ്ട. കാരണം തീക്കട്ടയിൽ ഉറും ഭരിക്കത്തില്ല. യേശു നിന്റെ അകത്തിരിക്കുമ്പോൾ നീ തീയാണ്. നീ തീയുടെ വേലിക്കകത്താ. ഒരു അന്ധകാരത്തിനും അകത്ത് കയറാൻ പറ്റില്ല. ഒരു മന്ത്രവാദ ശക്തിക്ക് നിന്റെ തലമുറയുടെ നന്മ തടയാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളവർ ആമേൻ പറ. ഉറപ്പുള്ളവർ ഈ മെസ്സേജ് റിസീവ് ചെയ്യ്. ഇതൊരു പ്രവചനമായിട്ട് ഏറ്റെടുക്കുക. നിന്റെ തലമുറയുടെ നന്മ തടയാൻ ഒരു മന്ത്രവാദത്തിനോ ഒരു ദൂഷ്ടശക്തിക്കും കഴിയില്ല. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ ഇന്ന് രാത്രി. എല്ലാ ശാപ ചിന്തകളും മാറിപ്പോകട്ടെ. എല്ലാ പാരമ്പര്യ ശക്തികളുടെ ചിന്തകൾ മാറിപ്പോകട്ടെ. അവൻ ദൈവജനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ മനസ്സിനകത്തെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നു ചിലരെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടുന്നു ചിലരെ. ചില വിളിച്ചു പറ, ആ ദൂത് ഞാൻ ഏറ്റെടുക്കുന്ന പറ. ആ ദൂത് എന്റെ കുടുംബത്തോടാന്ന് പറ. ആ ദൂത് എന്റെ ഭവനത്തോടാന്ന് പറ. ആ ദൂത് എന്റെ ജീവിതത്തോടാന്ന് പറ. യെസ്. വാതിലുകൾ തുറന്നു വരട്ടെ. തലമുറയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വരട്ടെ. തലമുറയുടെ പഠനത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റി വാതിലുകൾ തുറന്നു വരട്ടെ. അവരുടെ ഉപരിപഠനങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. നിന്റെ യാത്രയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ശത്രു അടച്ച സകല നന്മകളും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യെസ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. വചനത്താൽ, യേശുവിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോകാം, നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. പൗലോസ് വീണ്ടും പറയുന്നു. വായിക്കാം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. യെസ്, ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തു യേശുവിനുള്ളവർ.
ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പൗലോസിന്റെ രണ്ടാമത്തെ ക്രൂശീകരണമാണ്. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവർക്കും അല്ല, ഈ വാക്യം എല്ലാവർക്കും ബാധകമല്ല. പക്ഷേ ഇത് വാക്യം ബാധകമുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ പേരാണ് ക്രിസ്തേശുവിനുള്ളവർ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആദ്യം നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് വിശ്വസിക്കണം. ആമേൻ, ഞാൻ തമ്പുരാൻ്റെ വകയാ. ഈ കുഞ്ഞുങ്ങളെ ഈ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചിലർക്ക് അറിയില്ല. അമ്മേ, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധി സഭയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാത്തവരെല്ലാം പ്രതിഷ്ഠിച്ചോണം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു. ആ കുഞ്ഞിനെ നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്നു. വാങ്ങി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അപ്പനും അമ്മയായിട്ടല്ല, വളർത്തച്ഛനും വളർത്തമ്മയായിട്ട്. ഉടമസ്ഥൻ ആരാ? കർത്താവാ. അമ്മേ, ഞാൻ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ പറയാം. അപ്പനെ അമ്മയും കൂടെ നിർത്തി വെള്ളയൊക്കെ ഇട്ട് വന്ന് കുഞ്ഞിനെ വെള്ള ഉടുപ്പൊക്കെ ഇടിച്ചാണ് വരുന്നത്. അന്നേരം ഞാൻ പറയും, കുഞ്ഞിനെ തരാൻ പറയും. കൈ മേടിച്ചിട്ട് ഞാൻ അവരോട് പറയും, ഞാൻ കുറച്ച് ഉപദേശങ്ങൾ പറയും, അതനുസരിച്ച് വളർത്താമെങ്കിൽ കുഞ്ഞിനെ തരും, അല്ലെങ്കിൽ ഞാൻ തിരുവല്ലേക്ക് കൊണ്ടുപോകും. കാരണം ഇത് തിരിച്ചു കൊടുക്കാൻ വ്യവസ്ഥയില്ല. വളർത്താമെന്ന് പറഞ്ഞാലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ കല്യാണത്തിന് പെണ്ണിനോട് ചോദിക്കുക, നീ ഇവന്റെ മാത്രം ഭാര്യയായിട്ട് സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവള് പറയാ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കും. സമ്മതിച്ചാലേ കല്യാണം നടക്കും, അല്ലെ അന്നേരമെങ്കിലും സമ്മതിക്കണം. പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് വിഷയമല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷെ അന്നേരമെങ്കിലും സമ്മതിച്ചാലേ കല്യാണം നടക്കൂ എന്ന് പറയുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ വകയാ. കൃപയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. അമ്മേ, നമ്മൾ ദൈവത്തിൻ്റെ വകയാ. അതുകൊണ്ട് ഉടമസ്ഥാവകാശം തമ്പുരാനാ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ തൊടുന്നവൻ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഓ, കൃപയുള്ളവർ നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചോ. നീ സാധാരണ വ്യക്തി അല്ലെന്ന്, നീ സാധാരണ വ്യക്തിയല്ല, നീ തമ്പുരാന്റെ വകയാ. നിന്നെ ഒരാൾക്ക് ചുമ്മാ കയറി തൊടാൻ പറ്റത്തില്ലെന്ന്, നിന്നെ ഒരാൾക്ക് വെറുതെ കയറി കൈവക്കാൻ പറ്റത്തില്ലെന്ന്. അത് കണ്ണിന്റെ കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാ. തമ്പുരാന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടാൽ, ഓ, അതാ ആ വാക്കിന്റെ അർത്ഥം. അതാ ക്രിസ്തേശുവിനുള്ളവർ. ഓ, ആമേൻ, ദൈവത്തിന്റെ വക. ഇന്ന് രാത്രി നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ പേരോ നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സോ ഒന്നും അല്ല വിഷയം. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഹൃദയം തമ്പുരാന് കൊടുത്തതാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വകയാ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വാക്യമൊക്കെ? സക്കറിയ പ്രവചനം 2:5. ദേവദാസി ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ആ വാക്യമൊക്കെ ഒന്ന് കുറിച്ചെടുക്കണം കേട്ടോ. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. യെസ്, സക്കറിയ പ്രവചനം 2:5. ഞാൻ അവർക്ക് ചുറ്റും, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ആ മതിലിന്റെ മാത്രം വാക്കൊന്ന് പറഞ്ഞ്, തീ പറഞ്ഞു തീമതിലായിരിക്കും. തീമതിൽ, പല സൈസ് മതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പല സൈസ് മതിൽ കേട്ടിട്ടുണ്ട്. ഓളോ വൃക്ഷന്റെയും കരിങ്കല്ലിന്റെയും മുള്ളുകമ്പിയുടെ ഒക്കെ മതിൽ. പക്ഷെ തമ്പുരാൻ പറയാ, അഭിഷക്തന് ചുറ്റും ദൈവം തീ മതിലായിരിക്കും. പിന്നെ അതിനകത്ത് എങ്ങനെ പിശാച് കയറുന്നത്? സ്തോത്രം പറ. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ തീ മതിൽ. അതുകൊണ്ടല്ലേ പിശാച് ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ച് അങ്ങനെ ദൈവത്തിന്റെ സന്നിധി വന്നപ്പോൾ ദൈവം ചോദിച്ചു, പിശാചേ നീ എവിടായിരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി. ഏത് ഭാഗത്തായിരുന്നു? കാരക്കോണം ഭാഗത്തായിരുന്നു. നീ രതീഷിന്റെ മേൽ കൈവച്ചോ, പാസ്റ്റർ രതീഷിന്റെ മേൽ നീ കണ്ണ് വെച്ചോ. ഉടനെ പിശാച് പറഞ്ഞു, എങ്ങനെ വെക്കും? നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഓ, അത് കൃപയുള്ളൊരു ദൈവത്തെ സൂചിച്ചേ. ചിലരൊക്കെ ഇരിപ്പും പടുതിയും കണ്ടാൽ തോന്നുന്നു നിന്റെ മസിൽ കണ്ടോണ്ടാ പിശാച് നിന്റെ വീട്ടിൽ കയറാൻ ചെന്നത്. തമ്പുരാന്റെ വേലി ഉള്ളത് കൊണ്ടാ. നല്ലപോലെ കർത്താവിനൊന്ന് സ്തുതിക്കുക. ദൈവത്തിന്റെ വേലി ഉള്ളത് കൊണ്ടാ. പിന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാകിസ്ഥാൻകാർ കയറി. അമേരിക്കയുടെ CIA എന്ന് പറയുന്ന ചാരസംഘടനയുടെ കോട്ടിന്റെ ബട്ടൺസ് വരെ ക്യാമറയായിട്ടും ഒസാമ ബിൻ ലാദൻ കയറി അടിച്ചില്ലേ അടി. പിന്നെയാണ്
നിന്റെ 3.25 രൂപയുടെ ബ്രെഡ് തിന്നുന്ന പട്ടി ഉണ്ടെന്ന് വീടിൻ്റെ വാതിക്ക്. ജർമ്മൻ ഷെപ്പേർഡാണേലും ഏത് വമ്പൻ പട്ടിയായാലും, ഗോദ്രേജിൻ്റെ പൂട്ടുണ്ടേലും, നാഗാലാൻഡുകാരൻ കൂർക്ക വാളും പിടിച്ചു നിന്നാലും കള്ളം കയറും. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, കേറത്തിൽ എന്താ, ഞാൻ വാതിലാകുന്നു. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ഒന്ന് സ്തുതിക്കുന്നേ, മനസ്സ് നിറഞ്ഞൊന്ന് ദൈവത്തെ സ്തുതിക്കുന്നേ. നീ സന്തോഷത്തോടിക്കുന്ന തമ്പുരാന്റെ വേലിയുള്ളത് കൊണ്ടാ. വേലി ഓ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രിസ്തുവേശുവിനുള്ളവർ ദൈവത്തിന്റെ വക. പിശാച് ചോദിച്ചു, നീ ആ ഇയ്യോബിന്റെ വേലി ഒന്ന് പൊളിക്കാമോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, പൊളിച്ചാരാം, പൊളിച്ച് നിനക്ക് തരാം. നീ ചൊറിയോ പുഴുവോ എന്നാ വേണമല്ലോ നീ കാണിച്ചു, പക്ഷെ ജീവനെ മാത്രം തൊടരുത്. അതെന്താ? അവൻ എൻ്റെ വകയാ. എത്ര സന്തോഷമുണ്ട്. എനിക്കൊരു ദൂത് പറയാനുണ്ട്. നല്ലൊരു വാക്യമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനൊന്ന് പറഞ്ഞ് പോകാതെ. ആമേൻ. ഈ ഇയ്യോബിൻ്റെ പുസ്തകം ഈ 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൊട്ട പിശാചിനോട്, ദുഷ്ട പിശാചിനോട്, ആമേൻ, ഇയ്യോബ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു സെന്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ത്വക്ക്. നിങ്ങൾ ഓർക്കണം, ഈ ഇയ്യോബിൻ്റെ ദേഹത്ത് ഇങ്ങനെ ചൊറി വന്നിട്ടേ അതിങ്ങനെ പഴുത്തിട്ട് അതിൽ പുഴു ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പം ഈ ചൂട് ചാരം വാരി ഇയ്യോബ് വ്രണത്തിനകത്തിടും, ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ട് ഓട്ടും കഷ്ണം കൊണ്ട് പുഴുവിനെ ഇങ്ങനെ തോണ്ടിയെറിയും. അവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെയും വേദന. അങ്ങനെ കയ്യിലോട്ട് നോക്കിയിട്ട് ഇയ്യോബ് പറയുന്നൊരു സെന്റൻസ് ഉണ്ട്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാന്ന് പറയാം. എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടിനെ ചാടിക്ക് വേണം. അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ പോവാ. എടാ പൊട്ട പിശാചേ, നീ ചൊറി വരുത്തിയത് എൻ്റെ തൊലിയല, എൻ്റെ ദർശനത്തെ ചൊറി വരില്ല. എൻ്റെ വിശ്വാസത്തെ ചൊറി പിടിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. അവൻ എൻ്റെ വിശ്വാസം ആഴത്തില. നിനക്ക് പുഴുവിനെ കൊണ്ടുവരാനും ചൊറി പിടിപ്പിക്കാനും പറ്റുന്ന ഒന്നേ ഉള്ളൂ, അതെൻ്റെ ത്വക്ക, അതെൻ്റെ തൊലിയാ. ഈ തൊലി നശിച്ചാലും കൃപയുള്ളവരാരാധിച്ചു. അന്ധാര ശക്തിക്ക് ഏത് രോഗം വേണമെങ്കിലും കൊണ്ടുവരാം, പക്ഷെ നിന്റെ ദർശനത്തെ തകർക്കാൻ പറ്റില്ലെന്ന്, നിന്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റില്ലെന്ന് ദൈവം നിന്നെ കുറിച്ച് ചില പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ നാളെ ആരാകണം, നിന്റെ കുടുംബം എന്താകണം, നീ എവിടെയെല്ലാം പോകണം, നിന്റെ ശുശ്രൂഷ എന്തായിരിക്കണം. നീ ഇന്ത്യയിലെ ഒരു റിവൈവലിസ്റ്റായി, ഒരു പ്രസംഗകനായി, ഒരു പ്രൊഫറ്റായി, ഒരു പ്രവാചകനായി ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പിശാചിനും നിന്നെ തൊടാൻ പറ്റില്ല.